നമ്മുടെ ലക്ഷദ്വീപിലെ 4ാമത്തെ ദിവസം. കഴിഞ്ഞ ദിവസങ്ങളിൽ കവരത്തി ദ്വീപിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. കൊച്ചിക്ക് തിരിച്ചു പോകാനുള്ള ഷിപ്പ് നാളെയാണ്. അത് കവരത്തി വരില്ല, അഗത്തി ദ്വീപിൽ ചെന്ന് വേണം കയറുവാൻ. നമ്മൾ അഗത്തി ദ്വീപിൽ നിന്നും ഇങ്ങോട്ട് ആദ്യ ദിവസം വന്നതുപോലെ ഒരു വെസലിലാണ് അഗത്തി ദ്വീപിലേക്ക് പോകുന്നത്. വെസലിനുള്ള ടിക്കറ്റ് രാവിലെ തന്നെ എടുക്കും. കവരത്തി ദ്വീപിനെ പിന്നിലാക്കി അഗത്തി ദ്വീപിലേക്കുള്ള യാത്ര തുടർന്നു. അഗത്തി ദ്വീപിലെ പോലീസ് സ്റ്റേഷനിൽ പോയി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് സീൽ ചെയ്തു. സ്റ്റേഷന് അടുത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ സൈഡിൽ കാണുന്നതെല്ലാം മീൻ ഉണങ്ങാൻ പറ്റേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനാണെങ്കിൽ മാസ് എന്നാണ് പറയുന്നത്. അപ്പം ഈ കാണുന്നതെല്ലാം ചൂരമീനില്ലേ, ടൂണ മീൻസാണ്. അപ്പം ഇതൊക്കെ ടൂണ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുഴുങ്ങിയിട്ട് അത് പുകയത്ത് വെച്ചിട്ട് വെയിലത്ത് ഉണക്കാൻ പറ്റിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഈ കാണുന്നതൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 99% ഉണങ്ങിയതാണ് ഈ കാണുന്നതൊക്കെ. ഇതിൻ്റെ വില വരുന്നത് കിലോയ്ക്കാണെങ്കിൽ 300 രൂപയാണ് റേഞ്ച് വരുന്നത്. അപ്പോൾ നമ്മുടെ ടീമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മാസ്ക് മേടിക്കുന്നുണ്ട്. ഒന്നും കുഴപ്പമില്ല. പച്ചക്കിനെ കൊള്ളാം. ഇത് പച്ചക്കാ തിന്നണ്ടേ? നല്ല ടേസ്റ്റ്. ഒന്നും കുഴപ്പമില്ല. ഈ പച്ചക്കാണ് കഴിക്കണ്ടേ? ശരിയാണല്ലോ. 5 കിലോ എടുക്കണമെങ്കിൽ എന്തിനു തരും? അവര് കൂടുതൽ എന്ന് പറഞ്ഞാൽ 20 കിലോ 40 കിലോ 50 കിലോ 5 രൂപ 5 കിലോ ഇല്ല. കവരത്തി ദ്വീപിൽ വെച്ച് എല്ലാ ദിവസവും അവിടുത്തെ സൺസെറ്റ് കണ്ടിരുന്നു. ഇന്ന് നമ്മൾ അഗത്തി ദ്വീപിൽ നിന്നും ഒരു സൺസെറ്റ് കാണാൻ പോവുകയാണ്. ഇവിടുത്തെ കുട്ടികൾ കടലിൽ ചാടി തിമിർക്കുന്നത് കാണാം. ഇവരുടെ ഡെയിലി റൂട്ടീനാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് നല്ല രീതിയിലൊരു സൺസെറ്റ് കാണാം. പതിയെ പതിയെ സൂര്യൻ കടലിലേക്ക് മറഞ്ഞു. അഗത്തി ദ്വീപിലെ പ്രഭാതം. സമയം 6:30. ഇതാണ് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്. അവിടുന്ന് ഞങ്ങൾ നടന്ന് മറ്റൊരു ജെട്ടിയിലെത്തി. ഇവിടുന്ന് ബംഗാരം ദ്വീപിലേക്കാണ് നമ്മുടെ യാത്ര. നേരത്തെ പറഞ്ഞു വെച്ച ഒരു ബോട്ടിലാണ് അങ്ങോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് അഗത്തി ജെട്ടിയിലാണ്. നമ്മൾ പുറകിലാണെന്നുണ്ടെങ്കിൽ ജെട്ടി കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ബംഗാരം ഐലൻഡ് കാണാൻ പോവുകയാണ്. ഇവിടെ നിന്നാണെങ്കിൽ ഒരു ബോട്ടിൽ കയറി വേണം അങ്ങോട്ട് പോകാൻ വേണ്ടി. നമുക്ക് പോകാനുള്ള ബോട്ടാണ് മുന്നിൽ വരുന്നത്. ഇതൊരു ഫിഷിംഗ് ബോട്ടാണ്. ഇവിടുത്തെ ബോട്ടിന്റെ ഷേപ്പ് കാണാൻ നല്ല രസമാണ്. പുറകുവശം പരന്ന വീതിയിലാണ്. അവിടെ നിന്ന് മീൻ പിടിക്കാനുള്ള സൗകര്യത്തിനാണ് ഇതിങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ധാരാളമായി കിട്ടുന്നത് ചൂരമീനാണ്, അഥവാ ട്യൂണ. ദ്വീപുകാർക്ക് ചൂരമീൻ ഇല്ലാതെ ഒരു വിഭവവും ഇവർക്കില്ല. മീനച്ചാർ, ചൂര ഫ്രൈ, ചൂര ഉണക്കി പൊടിച്ചത്, ചൂര ചമ്മന്തി, അങ്ങനെ ലിസ്റ്റ് നീളും. ഞങ്ങൾ എല്ലാവരും ബോട്ടിൽ കയറി. ബോട്ട് അഗത്തി ദ്വീപിൽ നിന്ന് നീങ്ങി. നമ്മൾ ഇരിക്കുന്നത് അപ്പർ ഡെക്കിലാണ്. മുകളിൽ നിന്നാവുമ്പോൾ കാഴ്ചകൾ നല്ല രീതിയിൽ കാണാമല്ലോ. ഇപ്പോൾ ബോട്ട് പോകുന്നത് ലഗൂൺ ഭാഗത്തൂടെയാണ്. ധാരാളം കോറൽസ് ഉള്ള ഏരിയയാണ്. അതുകൊണ്ട് ഇവിടെ ശക്തമായ തിരമാലകളൊന്നുമില്ല. ഇവിടെ ആഴം തീരെ കുറഞ്ഞ ഇടമാണ്. പാറകളും വലിയ കോറൽസും ധാരാളമുണ്ട്. ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ്റെ മൊബൈൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, നമ്മുടെ ഗൂഗിൾ മാപ്പ് എന്ന പോലെ. എന്നാൽ ഈ ആപ്പിൽ ബോട്ടിൻ്റെ അടിഭാഗം തട്ടാതെ സേഫായി പോകാനുള്ള റൂട്ടാണ് കാണിക്കുന്നത്. അത് നോക്കിയാണ് ചേട്ടൻ ബോട്ട് ഓടിക്കുന്നത്. ഇപ്പോൾ ബോട്ട് ലഗൂൺ ഏരിയയിൽ നിന്നും കടലിലേക്ക് കയറി. വലിയ തിരമാലകൾ കാണാൻ കഴിയുന്നില്ലെങ്കിലും ബോട്ട് പൊങ്ങിച്ചാടിയൊക്കെയാണ് പോകുന്നത്. ഞാനും ഓടിച്ചു കടലിലൂടെ ബോട്ട് ആദ്യമായി. നല്ലൊരു എക്സ്പീരിയൻസ്. മുന്നിലായി കാണുന്നതാണ് ബംഗാരം ദ്വീപ്. തെങ്ങുകളൊക്കെ നിറഞ്ഞ് ഭംഗിയുള്ളൊരു കൊച്ചു ദ്വീപ്. ഇത് ടൂറിസ്റ്റുകൾക്ക് മാത്രമായുള്ളൊരു ദ്വീപാണ്. ബോട്ട് ദ്വീപിലെ ഫ്ലോട്ടിംഗ് ജെട്ടിയിൽ അടുപ്പിച്ചു. ഇനി നമ്മൾ ബംഗാരം ദ്വീപിലെ കാഴ്ചകളിലേക്ക് പോവാണ്.
ബോട്ടുകൾ കിടക്കുന്നത് കണ്ട വായുവിൽ നിൽക്കുവാണോ എന്ന് തോന്നും. അത്രയ്ക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. ഇങ്ങനത്തെ ഒരു കാഴ്ച നമുക്ക് മേഘാലയയിലെ ദ്വാക്കി റിവറിലാണ് കാണാൻ കഴിയുക. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ നടന്നെത്തുന്നത് ബംഗാരം റിസോർട്ടിൻ്റെ കവാടത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ബംഗാരം ഐലൻഡ് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന കോട്ടേജാണ് ബംഗാരം റിസോർട്ട്സ്. ഒരു രാത്രി താമസത്തിനായി 20,000 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. ഇവിടെ ബീച്ചിൽ ഇറങ്ങാനുള്ള കോസ്റ്റ്യൂംസ്, ഫിഷിങ്ങിനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ ലഭിക്കും. ഇവിടെ രാത്രിയിലെ അട്രാക്ഷനാണ് പവിഴമണലിൽ കരയിലേക്ക് ഒഴുകിയെത്തുന്ന ഫോസ്ഫോറസന്റ് പ്ലാങ്ക്ടൺ അഥവാ കവര്. ഇത് കടൽ തീരത്തിന് നീല കലർന്ന തിളക്കം നിൽക്കുന്നു. കുറച്ചു നേരം പൻസാര മണലിലൂടെ നടന്നും ഇരുന്നും ഇവിടുത്തെ ആംബിയൻസ് ആസ്വദിച്ചു. ക്യാമറ എങ്ങോട്ട് തിരിച്ചാലും ഫ്രെയിമാണ്. കുറേ ഫോട്ടോയും എടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിയ ബംഗാരത്തിൻ്റെ അവിടുന്ന് നമ്മളിപ്പം ഓപ്പോസിറ്റ് സൈഡിലുള്ള ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കിടുക്കൻ സ്ഥലം കേട്ടോ ബംഗാരം. എന്താ രസം. ലൈറ്റ് ബ്ലൂ കളർ. പൊളി പൊളി പൊളി. അത്യം ക്രൗഡില്ലാത്ത കിടുക്കനായിട്ടുള്ള ദ്വീപാട്ടോ ബംഗാരം. ഞാനിപ്പോൾ നിൽക്കുന്ന സൈഡിലാണെന്നുണ്ടെങ്കിൽ ആരുമില്ല, നമ്മൾ ഷമീർക്ക് അല്ലാതെ. ഇപ്പോൾ സാൻഡോട് ചേർന്നുള്ള വെള്ളമായതുകൊണ്ട് നല്ല രസമാണ് കാണാൻ. ഇപ്പോൾ നല്ല ബ്ലൂ കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചങ്ങ് ദൂരെയാണ്. നമ്മൾ ബോട്ടൊക്കെ കയറി വന്ന ആ ഏരിയയിലൊക്കെയാണ്. ഈ ബീച്ചിന്റെ ഫ്രോണ്ട് ഷോട്ടിൽ കാണാം. 3, 2, 1 ഗോ. ഇവിടുത്തെ ഭംഗി വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്തതാണ്. അത്രയ്ക്ക് മനോഹരമാണ്. ദൃശ്യങ്ങളിലൂടെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ബംഗാരം ദ്വീപിലെ കാഴ്ചകളൊക്കെ കണ്ടു. നമ്മൾ ബംഗാരം ദ്വീപിലൂടെ യാത്ര പറയുകയാണ്. ലക്ഷദ്വീപ് വരുമ്പോൾ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലമാണ് ബംഗാരം. അഗത്തി ദ്വീപിന് അടുത്തായതുകൊണ്ട് എളുപ്പം ഇവിടെ എത്തിച്ചേരാനും കഴിയും. മനസ്സില്ലാ മനസ്സോടെ ബംഗാരം ദ്വീപിനോട് യാത്ര പറഞ്ഞ് ഞാൻ ബോട്ടിൽ കയറി. ബോട്ടിന് പിന്നിലായി അങ്ങ് ദൂരെ ഒരു വര പോലെ ബംഗാരം ദ്വീപ് കാണാം. ഇളം നീല ജലത്തിന് നടുവിൽ ഡാർക്ക് നിറത്തിൽ കാണുന്നത് പാറയും കോറൽസുമാണ്. ബോട്ട് ഇപ്പോൾ അഗത്തി ദ്വീപിനോട് അടുത്തു. ദ്വീപിനോട് ചേർന്നാണ് ജെട്ടിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഒരു വശത്തായി ഫിഷിംഗ് ബോട്ടുകൾ കിടക്കുന്നത് കാണാം.
നീല വെള്ളത്തിലൂടെ ബോട്ട് വരുന്നത് കാണാൻ ഒരു ഭംഗിയാണ്. ലക്ഷദ്വീപിലൂടെയുള്ള യാത്രയുടെ അവസാന ഘട്ടമായിരിക്കുന്നു. റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തു. ഇവിടുത്തെ മെയിൻ ജെട്ടിയുടെ സമീപത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ തെങ്ങിൻ്റെ കള്ള് ഉപയോഗിച്ചാണ് ഇവർ വിനാഗിരിയും ദീപുണ്ടയും ഉണ്ടാക്കുന്നത്. അരിയുണ്ട പോലെ നല്ലൊരു മധുരമുള്ള ഒരു ഐറ്റമാണ് ദീപുണ്ട. ഈ ദീപുണ്ടയാണെങ്കിൽ ചെറിയൊരു വാഴയിലയിൽ പൊതിഞ്ഞ് കെട്ടിയാണ് വെക്കുന്നത്. ഞങ്ങളും മേടിച്ചു കുറച്ച് ദീപുണ്ട. നമ്മുടെ സൈഡിലാണെങ്കിൽ അകത്ത് പോർട്ട് കാണാൻ പറ്റും. നമ്മൾ ലക്ഷദ്വീപിലെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം വൈകുന്നേരത്തെ കോറൽ ഷിപ്പിനാണ് നമ്മൾ പോകുന്നത്. ഷിപ്പ് ലേറ്റാണ്, 4 മണിക്കാണ് ശരിക്കും ഷിപ്പ്. ഇന്നാണെന്നുണ്ടെങ്കിൽ 7:30 ആവും ഷിപ്പ് വരുമ്പോൾ. ഷിപ്പ് വരാൻ ധാരാളം സമയമുണ്ട്. ഇനി ഇവിടെ വേറെ കാഴ്ചകളൊന്നും കാണാനില്ല. ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾ പന്ത് കളിക്കുന്നുണ്ട്. കുറെ നേരം ഇവരുടെ പന്ത് കളി കണ്ടു നിന്നു. പോയി കളിക്കടാ, ചെല്ല്. ഏകദേശം 7:30 ഷിപ്പ് ജെട്ടിയോടടുത്തു. ഇതാണ് MV കോറൽസ് എന്ന ക്രൂയിസ് ഷിപ്പ്. കൊച്ചി നഗരത്തിനും ലക്ഷദ്വീപ് ദ്വീപുകൾക്കുമിടയിൽ സർവീസ് നടത്തുന്നതിനായി 2015 ജനുവരി 10 അന്നത്തെ കേന്ദ്ര ഷിപ്പിംഗ്, റോഡ് ട്രാൻസ്പോർട്ട്, ഹൈവേ മന്ത്രി നിതിൻ ജയറാം ഗഡ്കരിയാണ് കപ്പൽ രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. ഒരു ക്രെയിൻ ഉപയോഗിച്ചാണ് ഷിപ്പിലേക്കുള്ള ബ്രിഡ്ജ് ഘടിപ്പിക്കുന്നത്. യാത്രക്കാർ ഈ ദ്വീപിലേക്ക് ഷിപ്പിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഷിപ്പിനുള്ളിൽ കയറി ഞാൻ അങ്ങനെ ആദ്യമായി ഒരു വലിയ ഷിപ്പിൽ യാത്ര ചെയ്യുവാണെന്ന്. ഷിപ്പ് ഇപ്പോൾ ജെട്ടിയിൽ നിന്ന് അകന്നു തുടങ്ങി. അടുത്ത പ്രഭാതം. ഷിപ്പിൽ നിന്നും ഒരു നല്ലൊരു സൂര്യോദയ കാഴ്ച. ഈ കാണുന്നതെല്ലാം ഷിപ്പിലെ ലൈഫ് റാഫ്റ്റുകളും ലൈഫ് ബോട്ടുകളുമാണ്. അപ്പർ ഡെക്കിൽ നല്ല കാറ്റാണ്. ഇവിടെ നിന്ന് കാറ്റും കൊണ്ട് കാഴ്ചകൾ കണ്ടു നിൽക്കാൻ നല്ല രസമാണ്. കപ്പലിൻ്റെ നീളം 99 മീറ്ററും വീതി 17 മീറ്ററുമാണ്. ഇതിന് 400 യാത്രക്കാരെയും 250 ടൺ ചരക്കുകളും വഹിക്കാനുള്ള ശേഷിയുണ്ട്. ഇതിൽ 10 ഫസ്റ്റ് ക്ലാസ് ക്യാബിൻ ബെർത്തുകളും 40 സെക്കൻഡ് ക്ലാസ് ക്യാബിൻ ബെർത്തുകളും 350 ബങ്കുകളും ഉണ്ട്. എല്ലാ പാസഞ്ചർ കമ്പാർട്ട്മെന്റും സെൻട്രൽ എയർ കണ്ടീഷൻ ചെയ്തവയാണ്. നോർവേ ആസ്ഥാനമായുള്ള ഗ്ലോബൽ മാരിടൈം പ്രവിക്കിനോടൊപ്പം ശ്രീലങ്കയിലെ കൊളംബോ ഡോക്ക് യാർഡിലാണ് കപ്പൽ നിർമ്മിച്ചത്. ഇപ്പോഴും സമുദ്രത്തിന് ഇരുണ്ട നീല നിറം തന്നെ. ഷിപ്പ് പാസ് ചെയ്തു പോയ പ്രദേശത്ത് സമുദ്രജലം പതഞ്ഞു വെള്ള നിറത്തിൽ കാണാം.
നേരത്തെ കണ്ട നീലജലമൊക്കെ മാറി. ഇപ്പോഴത്തെ സമുദ്രത്തിൻ്റെ ജലത്തിൻ്റെ നിറം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മെയിൻലാൻഡ് എത്താറായി എന്ന്. ഏകദേശം 3 മണിയോടുകൂടി കപ്പൽ കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ഐലൻഡിലെ പോർട്ടിലെത്തി. അങ്ങനെ 6 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തി. ലക്ഷദ്വീപിലെ കാഴ്ചകളൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് സജഷൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ട്രാവൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മറ്റു വീഡിയോസിൽ കാണാം. ബൈ ബൈ.